ദക്ഷിണാഫ്രിക്കക്കെതിരായ രണ്ടാമത്തെ T20 മത്സരത്തിൽ ഇന്ത്യ 51 റണ്ണുകളുടെ തോൽവി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. സഞ്ജു സാംസൺ എന്ന പ്രതിഭാശാലിയുടെ ഓപ്പണിംഗ് പൊസിഷനിൽ അർഹതയില്ലാതെ കടന്നുകൂടിയ BCCIയുടെ പൊന്നോമനയായ ശുഭ്മാൻ ഗിൽ ഗോൾഡൻ ഡക്കിന് തന്നെ പുറത്തായിട്ടുമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ T20 ടീമിന്റെ പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടാനുള്ള അർഹത സൂര്യകുമാർ യാദവിനോ ശുഭ്മാൻ ഗില്ലിനോ ഇല്ല. പക്ഷേ എത്ര കളികളിൽ പരാജയപ്പെട്ടാലും അവർ ഡ്രോപ്പ് ചെയ്യപ്പെടില്ല. ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനെയും എന്ത് വില കൊടുത്തും സംരക്ഷിക്കാൻ BCCI തയ്യാറാണ്. എന്തുകൊണ്ടാണ് സഞ്ജുവിന് ഇത്തരം പ്രിവിലേജുകളൊന്നും ലഭിക്കാത്തത്? എന്താണ് അയാളുടെ അയോഗ്യത? ഇതെല്ലാം കാണുമ്പോൾ പഴയൊരു കഥ ഓർത്തു പോവുകയാണ്. 83 ഏകദിന ലോകകപ്പ് ഇന്ത്യ ജയിച്ചത് കപിൽ ദേവിന്റെ നേതൃത്വത്തിലായിരുന്നു. അങ്ങനെയുള്ള കപിൽ തൊട്ടടുത്ത വർഷം ടെസ്റ്റ് ടീമിൽ നിന്നും തഴയപ്പെട്ടിരുന്നു. ഒരു മോശം ഷോട്ട് കളിച്ചതിന്റെ പേരിലാണ് സെലക്ടർമാർ കപിലിനെ തന്നെ പുറത്താക്കിയത്. ലോകകപ്പ് ജയിച്ച കപിലിനെതിരെ മുഖം നോക്കാതെ നടപടിയെടുത്ത ചരിത്രം ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിനുണ്ട്. അവരുടെ ഇന്നത്തെ അവസ്ഥ നോക്കൂ. ഇഷ്ടക്കാരെ ടീമിൽ തിരികെ കയറ്റുന്നതിൽ ഗവേഷണം നടത്തുന്ന ഒരു സംഘടനയായി BCCI അധപ്പതിച്ചിരിക്കുന്നു. നിങ്ങൾ സഞ്ജുവിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്ര വലിയ അനീതി ഒരു മനുഷ്യനോട് കാട്ടുന്നത് ശരിയാണോ? T20 ക്രിക്കറ്റിൽ ഓപ്പൺ ചെയ്യാനുള്ള അവസരം സഞ്ജുവിന് അവിചാരിതമായിട്ടാണ് വീണു കിട്ടിയത്. 3 സെഞ്ചുറികൾ നേടിക്കൊണ്ടാണ് സഞ്ജു അതിന്റെ നന്ദി പ്രകാശിപ്പിച്ചത്. അതോടെ BCCIയുടെ മേലാളന്മാർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. ഏഷ്യ കപ്പിൽ ഗില്ലിനെ ടോപ്പ് ഓർഡറിൽ ഇറക്കുന്നു. സഞ്ജുവിനെ മധ്യനിരയിലേക്ക് തള്ളി. T20 ക്രിക്കറ്റിൽ സഞ്ജുവിന്റെ സ്ഥാനം ഗിൽ കൈയടക്കിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇന്നേ വരെ ആരും ആ ചോദ്യത്തിന് തൃപ്തികരമായ ഒരു ഉത്തരം തന്നിട്ടില്ല. മിഡിൽ ഓർഡറിൽ കളിക്കേണ്ടി വന്നെങ്കിലും ഏഷ്യ കപ്പിൽ സഞ്ജു തിളങ്ങിയിരുന്നു. ഫൈനലിൽ തിലക് വർമ്മയുമൊത്ത് സഞ്ജു ഉണ്ടാക്കിയ കൂട്ടുകെട്ട് നിർണായകമായിരുന്നു. അതേ മത്സരത്തിൽ ഗിൽ ദയനീയമായി പരാജയപ്പെട്ടു എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ഇന്ത്യ ഓസ്ട്രേലിയയിൽ പര്യടനം നടത്തി. അവിടെ ആകെ ഒരു തവണയാണ് സഞ്ജുവിനെ ബാറ്റ് ചെയ്യിപ്പിച്ചത്, അതും 1 ഡൗൺ എന്ന പുതിയ പൊസിഷനിൽ. അന്ന് സഞ്ജു പരാജയപ്പെട്ടു. ആ ഒറ്റ മോശം പ്രകടനത്തിന്റെ പേരിലാണ് അയാൾ ഇന്നും എത്തിയിരിക്കുന്നത്. എത്ര വലിയ ക്രൂരത! സഞ്ജു അപ്പോഴും കഠിനാധ്വാനം തുടർന്നുകൊണ്ടിരുന്നു. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ റണ്ണുകൾ വാരിക്കൂട്ടി. അന്തർക്കെതിരെ സഞ്ജു കാഴ്ചവെച്ച ഒറ്റയാൾ പോരാട്ടം ആർക്കെങ്കിലും അങ്ങനെ മറക്കാനാവുമോ? ഇനി മറുഭാഗത്തേക്ക് നോക്കാം. ദക്ഷിണാഫ്രിക്കയുമായുള്ള ടെസ്റ്റ് സീരീസിനിടയിൽ പരിക്ക് പറ്റിയ ഗില്ലിന് വേണ്ടി BCCI T20 ടീമിന്റെ സെലക്ഷൻ പോലും നീട്ടിവെക്കുന്നു. ഗിൽ ഫിറ്റ്നസ് വീണ്ടെടുത്തു എന്ന സാക്ഷ്യപത്രം ലഭിച്ചതോടെ അയാൾ നിസ്സാരമായി ടീമിലേക്ക് മടങ്ങിയെത്തി. ആഭ്യന്തര ക്രിക്കറ്റിൽ കഴിവ് തെളിയിച്ച സഞ്ജു പുറത്ത്. ഒരു പരിശീലന മത്സരം പോലും കളിക്കാത്ത ഗില്ലിന് ഡയറക്റ്റ് സെലക്ഷൻ. ഇതാണ് ഇരട്ടത്താപ്പ്. സഞ്ജുവിന് പകരം വിക്കറ്റ് കീപ്പറുടെ ചുമതല ഏറ്റെടുത്ത ജിതേഷ് ശർമ്മയുടെ അവസ്ഥ എന്താണ്? റൈസിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പിന്റെ സെമി ഫൈനലിൽ ഇന്ത്യയുടെ പരാജയത്തിന്റെ പ്രധാന ഉത്തരവാദിത്തം ജിതേഷിനായിരുന്നില്ലേ? എന്നിട്ടും സഞ്ജീവിന് മുകളിൽ ജിതേഷ് സംരക്ഷിക്കപ്പെടുന്നു. സൂര്യകുമാർ യാദവ് പത്രസമ്മേളനത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് അയാളോട് സഹതാപം തോന്നി. സഞ്ജുവിന് ഞങ്ങൾ ആവശ്യത്തിന് അവസരങ്ങൾ നൽകി എന്നായിരുന്നു സൂര്യയുടെ അവകാശവാദം. ജ്ഞാനപീഠ ജേതാവായ ആശാപൂർണ ദേവിയുടെ ഒരു ബംഗാളി നോവൽ ഓർമ്മ വരികയാണ്. അതിലെ നായകൻ സ്വന്തം കുഞ്ഞിനോടൊപ്പം കൂട്ടുകാരന്റെ കുഞ്ഞിനെയും വളർത്തുന്നുണ്ട്. നിർഭാഗ്യവശാൽ സുഹൃത്തിന്റെ കുഞ്ഞ് മരണപ്പെടുന്നു. ആ വിവരം കൂട്ടുകാരനെ അറിയിക്കാനാകാതെ നായകൻ കുഴങ്ങുന്നു. അവസാനം തൻ്റെ സ്വന്തം കുഞ്ഞാണ് മരിച്ചതെന്ന നിലയിൽ നായകന് അഭിനയിക്കേണ്ടി വരുന്നു. സൂര്യകുമാർ യാദവ് ഇപ്പോൾ ആശാപൂർണ ദേവിയുടെ നായകന്റെ അവസ്ഥയിലാണ്. ഗില്ലിനേക്കാൾ ക്യാമനാണ് സഞ്ജു എന്ന സത്യം തിരിച്ചറിയുമ്പോഴും അത് മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കേണ്ടി വരുന്ന ഹതഭാഗ്യനായ നായകൻ.